എന്ത് ചൂടേ ഈ ഹെൽമറ്റ്, എൻ്റെ മുടി ഇതാരും ഇവിടെയൊക്കെ നടുക്കൊണ്ട് വെച്ചേക്കുന്നൊന്ന് മാറ്റി വെക്കാൻ മേലെ. എൻ്റെ അമ്മോ, അയ്യോ ഇതാരാ? ഇവളാണ്. നീ എപ്പോഴാ വന്നേ? ഇപ്പൊ വന്നേളൂ കൊച്ചിച്ച. എടി നിന്നോട് എത്ര വട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതൊന്നും. എങ്ങനെ വിളിക്കുന്നത്? കൊച്ചിച്ചാന്ന്, അല്ലാണ്ട് പിന്നെ എന്നാ? എനിക്ക് അങ്ങനെ വിളിക്കാൻ ഇഷ്ടമല്ല. പിന്നെ അച്ഛൻ്റെ അനിയനൊക്കെ എടാന്ന് വിളിക്കണ? അതിനിപ്പോൾ എന്താ? നീ എന്തു വേണേലും വിളിച്ചോ, ചേട്ടാന്നാ പോടാന്നാ, ബട്ട് കൊച്ചിച്ചാന്ന് മാത്രം വിളിക്കരുത്. എന്നാ ഓക്കെ കൊച്ചിച്ച. അയ്യോ, ഞാനിത് ആരാടെ പറയണ? ചോദിച്ചു നോക്കാം. കൊച്ചിച്ച, എനിക്കൊരു 1000 രൂപ തരൂ. എന്തിനാണ്? പുതിയൊരു ബാഗ് ഇറങ്ങിയിട്ടുണ്ട്, അത് വാങ്ങിക്കാനാ. ബാഗിനാ? നിന്റെ അച്ഛനോട് ചോദിക്കടി, എന്നോട് ചോദിച്ചിട്ട് ഞാൻ എവിടെ നിന്നിട്ട് തരാനാ? പിശുക്കൻ, വെറുതെ അല്ലേ ഇപ്പോഴും സിംഗിളായിട്ടിരിക്കണത്. അതിന് ഈ നാട്ടിൽ ഞാൻ മാത്രമല്ല സിംഗിളായിട്ട് ഇരിക്കണത്. വൈക്കത്തിപ്പോ കൊച്ചിച്ച മാത്രമേ സിംഗിളായിട്ട് ഇരിപ്പുള്ളു. ഏ, ഞാൻ മാത്രമല്ല, വേറെ ആൾക്കാരും കാണും. ഇനി ഞാൻ മാത്രമാണോ? അതൊന്നും എനിക്കറിയില്ല, എൻ്റെ കൂട്ടുകാരിയുടെ ചേച്ചി കൊച്ചിച്ചനെ തിരക്കി. എന്തിന്? അന്നോളെ മുട്ടാൻ നോക്കിയപ്പോൾ അവിടെ അകന്നകന്നുള്ള പോയത്. ഇപ്പം എന്തൊരു മനംമാറ്റം? അതൊക്കെ അവരുടെ നമ്പറല്ലേ കൊച്ചിച്ച, ചുമ്മാ നിങ്ങളായിട്ട് നടത്താൻ വേണ്ടിയിട്ട്. ശരിയാ, എനിക്കും അങ്ങനെ തോന്നണം. അടുത്ത ആഴ്ച ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ടാ വന്നത്. നീ എന്നെ ചേച്ചിക്ക് മേടിച്ചു കൊടുക്കണം. ഞാനെന്ത് വാങ്ങിച്ചു കൊടുക്കാനാ, എൻ്റെ പൈസയൊന്നുമില്ല. അതിനെന്താ, ഞാൻ തരാല്ല നിനക്ക് കാശ്. നിനക്ക് എത്ര രൂപ വേണം? ഒരു 2000 രൂപ തന്നാൽ മതി. 2000? 3000 തരാം. എന്നിട്ട് നീ പറയണ ഗിഫ്റ്റ് മേടിക്കാൻ സഹായിച്ചത് ഞാനാണെന്ന്. അത് ഞാൻ പിന്നെ പറയേലേ. എവിടെ വെച്ച് ഞാൻ അവളെ സെറ്റാക്കും. നടന്നത് തന്നെ.